പരിശുദ്ധമായ റജബ് മാസമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മിലേക്ക് ആഗതമായത്. നമ്മളൊരു നന്മ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നന്മകൾക്ക് പ്രതിഫലം നൽകുന്ന പുണ്യമായ ഭൂകാലം, പുണ്യങ്ങളുടെ ഭൂകാലം എന്ന് റമദാൻ ശരീഫിന് മാത്രമല്ല ഈ റജബിലും ശഅബാനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓരോ മാസത്തിലും അല്ലാഹു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും മരണസ്മരണ നമുക്ക് എപ്പോഴും ഉണ്ടാകും. എപ്പോഴാണ് നമ്മൾ മരിക്കുക? അത് ചെറുപ്പക്കാരനാണെന്ന് ചിന്തിക്കരുത്. കണ്ടില്ലേ, നമ്മള് 2 ദിവസം മുമ്പ് നമ്മുടെ ഇവിടെ ഒരു സഹോദരൻ അവൻ മരണപ്പെട്ടു പോയി. നാസർ എന്ന് പറഞ്ഞ സഹോദരൻ, അത് 2 ദിവസം മുമ്പ് ഇവിടെ വന്നുപോയ മനുഷ്യനാ. കണ്ടില്ലേ, ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അറിഞ്ഞില്ലേ? രാവിലെ കൊട്ടാരങ്ങളിൽ ജനിക്കുന്നവർ, ജീവിക്കിടക്കുന്നു, ഉറങ്ങുന്നവര് അതേ വൈകുന്നേരമാകുമ്പോൾ അവന്റെ കിടപ്പണം അതേ മണ്ണറകളാണ്. കൊട്ടാരത്തിലാണ് അവൻ രാത്രി കഴിച്ചു കൂട്ടിയിരിക്കലും, അവന്റെ പകല് അതേ കബറിലാണെങ്കിലും കബറിലതേ പകലവൻ കൊട്ടാരങ്ങളിലാണ്. അവൻ പറയുന്ന കറങ്ങുന്ന കസേരകളിലും വലിയ മെത്തകളിൽ കിടന്നുറങ്ങിയവൻ പിറ്റേന്ന് രാത്രിയില് ആ ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുന്നത് ഒരു പക്ഷേ അതേ മെത്തയില്ലാത്ത അതേ പരിപരിപ്പുള്ള കബറിലാണെന്നുള്ളത് ഒരാളും മറക്കണ്ട. അതുകൊണ്ടാണ് സ്മരണ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. ഓരോ ആളുകളും ഞാൻ മരിച്ചു പോകുമെന്ന് 20 പ്രാവശ്യം വരെ ഓർക്കുന്നത് സുന്നത്താണെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചില്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു പറഞ്ഞില്ലേ, വലികുല്ലി ഉമ്മത്തിൻ അജലും ഫിദാ ജാ അജലുഹും ലാ യസ്തഖ്ദിമൂന വലാ യസ്തഖിറൂൻ. പരിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായ അല്ലാഹു പ്രഖ്യാപിച്ചല്ലേ, വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ആളുകൾക്കും ഒരു സമയം വരാനുണ്ട്. അതുകൊണ്ട് ഫൈദാ ജാ അജലുഹും, അതേ നമ്മളിലേക്ക് വരുന്ന സമയം, ആ സമയമുണ്ടല്ലോ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹുവിന്റെ ഓർഡർ കിട്ടിയാൽ അതേ ജുമയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമസ്കാരത്തിലാണ്